ഹലോ ഹായ് ഫ്രണ്ട്സ്. എൻ്റെ ഈ പെട്ടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കാര്യം പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? ഏതോ ഒരു ട്രാവൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാമെന്ന്. അപ്പോൾ അത് തന്നെയാണ് കാര്യം. ഞങ്ങളുടെ ഇത്തവണത്തെ ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് നമ്മളുടെ ഇത്തവണത്തെ യാത്ര. ഏർലി മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ യാത്രയ്ക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കുട്ടി ട്രാവലറാണ് കേട്ടോ രുദ്ര. അത്രയും നേരത്തെ എണീറ്റിട്ട് ഒരു ഉറക്കച്ചടവും ഇല്ലാണ്ട് എല്ലാ കാഴ്ചകളും എൻജോയ് ചെയ്യാണ് കേട്ടോ മൂപ്പര്. എന്തായാലും നമ്മളുടെ ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കിവിടെ ഇമിഗ്രേഷൻ പിന്നെ വിസ ഓൺ അറൈവൽ അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നു. വളരെ ഈസി ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും. അവിടുന്ന് തന്നെ നമുക്ക് സിമ്മും എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് തന്നെ നമ്മളുടെ കയ്യിലുള്ള ഡോളർ മാറ്റി ഇവിടുത്തെ ലോക്കൽ കറൻസിയിലേക്ക് കുറച്ച് പൈസ എടുത്തു കേട്ടോ. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ സോം എന്നാണ് കറൻസിക്ക് പറയുക. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് 20 മിനിറ്റാണ് കേട്ടോ നമ്മളുടെ ഹോട്ടലിലേക്ക് ഉള്ളത്. നമ്മളെടുത്തിരിക്കുന്ന ഹോട്ടൽ മർമറീസ് ആണ്. മറ്റുള്ള കൺട്രീസിലൊക്കെ പോകുമ്പോൾ ഹോട്ടൽ ചൂസ് ചെയ്യുന്നത് അവിടുന്ന് സിറ്റിയിലേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈസിയാണ്, പിന്നെ ഹോട്ടലിലെ സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതാണ് ഹോട്ടൽ മർമറീസ്. നമ്മൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസാണ് കണ്ടത്. അപ്പോൾ അതെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവർ മെയിനായിട്ടും അവരുടെ സ്വന്തം ലാംഗ്വേജ് ഉസ്ബെക്ക് ലാംഗ്വേജാണ് യൂസ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് അറിയുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അത്യാവശ്യം എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോളജാണ് അവർക്കുള്ളൂ. പിന്നെ നമ്മളുടെ ഗൈഡാണെങ്കിലും ഡ്രൈവറൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു ബേസിക് ലെവലിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണുന്നത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അധികവും അവരുടെ ലാംഗ്വേജാണ്. പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ. മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുകയല്ല കേട്ടോ, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതുവരെയും നമ്മളുടെ ഈ ഒരു യാത്രയിലെ അനുഭവം വന്നത് ഇവിടെ കൂടുതൽ ഉസ്ബെക്ക് ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ റൂമിലെത്തി. അവർ റൂം ടൂറൊക്കെ തന്നു. അത്യാവശ്യം നല്ല റൂമാണ്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെയുള്ള നമ്മളുടെ ഉസ്ബെക്കിസ്ഥാൻ യാത്രയുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിതാ ഉസ്ബെക്കിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മളിതാ വന്നിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു. ഉച്ച വരെ നമ്മൾ അത്യാവശ്യം നന്നായി റെസ്റ്റൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ സിറ്റി കാണാൻ ഇറങ്ങാണ്. എവിടേക്കാന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ രാത്രി മാജിക് സിറ്റിയിലേക്ക് എന്തായാലും പോകണം. അവിടെ കുട്ടികൾക്കൊക്കെ പറ്റിയ അത്യാവശ്യം നല്ല ഷോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി വിശേഷം വീഡിയോയില്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കണ്ട് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾക്ക് മുന്നേ ഈ ഒരു കൺട്രിയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഉസ്ബെക്കിസ്ഥാൻ മുന്നേ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. 1991 ഡിസംബറിലാണ് ഇതൊരു സ്വതന്ത്ര രാജ്യമായി മാറിയത്. ഇന്ന് ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നു. സെൻട്രൽ ഏഷ്യയിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഈ ഒരു രാജ്യം ബോർഡർ പങ്കിടുന്നത് പടിഞ്ഞാറും വടക്കുമായി കസാക്കിസ്ഥാനും, കിഴക്ക് കിർഗിസ്ഥാൻ, തജാക്കിസ്ഥാൻ, തെക്ക് അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ്. താഷ്കണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം. ഇവിടുത്തെ ഭാഷ ഉസ്ബെക്കും ഇവിടുത്തെ കറൻസി സോം എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യത്തെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചോർസു ബസാറിലേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബസാറാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചത്. ഒരു കുടക്കീഴിൽ എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലം. തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കണ്ടിലെ ഓൾഡ് ടൗണിലെ മധ്യഭാഗത്തായിട്ടാണ് ഈ ചോർസു ബസാർ, അതായത് ഈ ഒരു ട്രഡീഷണൽ ബസാർ സ്ഥിതി ചെയ്യുന്നത്.
നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സെക്ഷനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഉപ്പിലൊക്കെ ഇട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ, പിന്നെ മീറ്റിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആളുകളുടെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും അവർക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള മീറ്റും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ഭാഗങ്ങളായിട്ട് അവർ എന്താ പറയുക, വെജിറ്റബിൾസിന് അല്ലെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങൾ അല്ലെങ്കിൽ മീറ്റ്, പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ അപ്പർ പോർഷനിൽ നമുക്ക് മെയിനായിട്ട് സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ കാണാൻ സാധിക്കുക. അതിൻ്റെ ഒരു വൻ ശേഖരം തന്നെ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. നല്ല പലവിധ ഡിസൈനുകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണവും സ്വീറ്റ്സിൻ്റെ ഒക്കെ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റാണെന്ന് തോന്നുന്നു അവിടുത്തെ ഹൽവ എന്ന് പറയും. ഈ ഹൽവ അത് ട്രഡീഷണൽ ആണോന്നും അറിയില്ല കേട്ടോ, പക്ഷെ അവിടെ മെയിനായിട്ട് നമുക്ക് ഈ സ്വീറ്റ് കാണാൻ സാധിക്കും. ഓരോ ബോക്സിലായിട്ടും ലൂസായിട്ടും ഒക്കെ ആൾക്കാർ വാങ്ങിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ തന്നെ പല ഫ്ലേവേഴ്സിലും പല വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളേക്ക് ഓരോ ടേസ്റ്റിൽ ഓരോ വെറൈറ്റി നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മളെ അവരിങ്ങനെ നിർബന്ധിച്ച് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിവിടെ ഏത് വെറൈറ്റി വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും. ഈ ഒരു ബസാറിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, സ്വീറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ആ ഒരു റൗണ്ട് നടന്ന് വരുമ്പോഴേക്കും നമ്മുടെ വയർ ശരിക്കും നിറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ എല്ലാവർക്കും ഭയങ്കര ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടാട്ടോ സംസാരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ കണ്ടപ്പോൾ തോന്നി. അതായത് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെടുത്ത് ആദ്യം അവർ ചോദിക്കുക ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ എന്നിവരെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. എന്തായാലും അതൊരു ഭയങ്കര സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി. അത്യാവശ്യം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ നന്നായിട്ട് വിലക്കുറവിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. അത് നമുക്ക് ആദ്യം അവർ പറയുന്ന പ്രൈസിന് താഴ്ത്തി നമുക്ക് ചോദിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിലപേശ സിസ്റ്റം. താഴത്തെ ഭാഗത്ത് വന്ന ഈ മീറ്റിൻ്റെയും പിന്നെ ഈ ഉപ്പിലിട്ട വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണമാണെങ്കിൽ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായപ്പൊടികളുടെ ഒക്കെ നല്ല മണമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ആ ഒരു ചോർസു ബസാറിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭയങ്കര ലൈവായിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സമയം പോണതുപോലും നമുക്കറിയില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നു, പിന്നെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഷാരൂഖ് ഖാനൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കേട്ടത്. നമ്മളുടെ ഹിന്ദി മൂവീസിലെ സോങ്സൊക്കെ വേറൊരു രാജ്യത്ത് വന്നിട്ട് കേൾക്കാനൊന്നും പറ്റുകയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക രസം തന്നെയാണ്. എന്തായാലും നമ്മളങ്ങനെ ആ വൈബൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന് ഒരു എൻഡ് കാണുന്നില്ല കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ പൊമോഗ്രാനറ്റ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ കോർണറിൽ പോയാലും ഈ പൊമോഗ്രാനറ്റിൻ്റെ ജ്യൂസ് അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരുവിധ മായവുമില്ല, ഒന്നുമില്ല. നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സംവിധാനത്തിലും അല്ല അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ബോട്ടിലിൽ വേണമെങ്കിൽ ബോട്ടിലിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ മേടിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഷോപ്പുകൾ കണ്ടാൽ എനിക്ക് ചെറുതായിട്ടൊരു സൈഡ് വലിവ് വരും കേട്ടോ. എന്താ പറയുക, ഈ കരകൗശല വസ്തുക്കളുടെ ഈ സോവനിയേഴ്സിൻ്റെ ഒക്കെ ഒരു കമനീയ ശേഖരം തന്നെയാണ് കേട്ടോ. എന്തായാലും അവിടെയൊക്കെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ചെറിയ യാത്രകൾക്കൊക്കെ വേണ്ടി യാൻഡെക്സ് ആണ് ബുക്ക് ചെയ്തത്. ഇവിടെയും നമ്മൾ ആ ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, യാൻഡെക്സ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഓൺ യാത്രകൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനം.
അങ്ങനെ ചോർസു ബസാറിൽ നിന്ന് നമ്മൾ യാൻഡെക്സ് വഴി മാജിക് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാന ലൊക്കേഷൻ. അതായത് ഈ ഒരു ദിവസത്തെ ഈവനിങ് നമ്മൾ രുദ്രയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അവനാണ് കേട്ടോ പ്രധാനമായിട്ട് കാണാവുന്ന ഒരുപാട് കാര്യങ്ങളുള്ളത്. നൈറ്റിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു മാജിക് സിറ്റിയുടെ ഫ്രണ്ട് വ്യൂ കണ്ടപ്പോൾ തന്നെ മൂപ്പര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഈ മാജിക് സിറ്റി എന്ന് പറയുന്നത് താഷ്കണ്ടിലെ ഒരു മോഡേൺ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. അതായത് വേണമെങ്കിൽ പറയാം താഷ്കണ്ടിലെ ഡിസ്നിലാൻഡ്. റോമൻ സ്റ്റൈലിലുള്ള ആംഫി തിയേറ്റർ, ഫെയറി ടെയിൽ കാസിൽ വിത്ത് 60 മീറ്റർ വാസ്റ്റ് ഫൗണ്ടൻ ഏരിയ കവറിങ് 8500 സ്ക്വയർ മീറ്റേഴ്സ്. അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് നൈറ്റിൽ നല്ലൊരു വൈബ് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മാജിക് സിറ്റി. ഈ കളിക്കാനുള്ള കാര്യങ്ങൾ ഒഴികെ ഇവിടെ ഫുഡിങ്ങിനും പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഏത് തരത്തിൽ വേണമെങ്കിലുള്ള റെസ്റ്റോറൻറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. എനിക്കിവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എൻട്രി ഫീസ് ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റാണ് എൻട്രി. പക്ഷേ ഇവിടുത്തെ റൈഡുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഫീസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു മാജിക് സിറ്റിയുടെ ഉള്ളിലേക്ക് കിടക്കാൻ നമുക്ക് എൻട്രി ഫീസ് ഇല്ല. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം അത്രയും നന്നായിട്ട് പുറത്ത് നമുക്ക് വേറൊരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വലിയൊരു എടുത്തു പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മാജിക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ രുദ്രയ്ക്ക് വേണ്ടിയിട്ട് എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അവനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ കണ്ണുകളിലും കാണാൻ സാധിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു രസമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു തണുത്ത ക്ലൈമറ്റും ഈ ഒരു വൈബൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മാജിക് സിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നതും അവിടുത്തെ ഫൗണ്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്തതും ഒരേ ടൈമിലായിരുന്നു കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവല് നിങ്ങൾക്ക് രുദ്രയുടെ മുഖത്ത് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫൗണ്ടൻ ഷോ 2 തവണ അടുപ്പിച്ച് കണ്ടു കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നില്ല, നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് എന്താ പറയുക, കുട്ടികളുടെ പോലെ തന്നെ നമുക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടൻ ഷോ തന്നെയാണ്. ഈ ഒരു ഷോ കാണാൻ വേണ്ടി തന്നെ അവിടെ പ്രായപരിധി ഇല്ലാതെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഫൗണ്ടൻ ഷോ കാണാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ നമുക്ക് മാജിക് സിറ്റിയിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നമ്മൾക്ക് നിന്ന് ഒരുപാട് ടൈം കളയാനില്ല കേട്ടോ. അത്രയും കാഴ്ചകൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുണ്ട്. ഈ മാജിക് സിറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ള് വീഡിയോ മാജിക് സിറ്റിയുടെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോയിൽ തികയാണ്ട് വരും. അവിടുത്തെ വലിയൊരു ഫൗണ്ടൻ ഷോ കഴിഞ്ഞ് നമ്മൾ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ കുട്ടികളുടെ ബഹളം കേട്ടിട്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ ദാ ഇവിടെ ഒരു മിനി ഫൗണ്ടൻ ഷോ. കുട്ടികളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? ഇവർക്കൊക്കെ ഇത്രയധികം സന്തോഷിക്കാൻ നമ്മൾ വലിയവർക്ക് ചെറുതാണെന്ന് നിസ്സാരമാണെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം. അങ്ങനെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് മാജിക് സിറ്റിയുടെ മറ്റു കാഴ്ചകളിലേക്ക് പോയത്.
ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന അത്രയും കാഴ്ചകൾ ഈ ഒരു മാജിക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഈവനിങ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പിന്നെ ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സിന് നമുക്കിവിടെ ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അവരുടെയൊക്കെ ഒപ്പം നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ മാജിക് സിറ്റിയുടെ ഓരോ മുക്കും മൂലയും ഇരുന്നും നടന്നും ഓടി കളിച്ചിട്ടൊക്കെ ആസ്വദിക്കുന്ന രുദ്രയാണ്. നമ്മൾ പിന്നെ ഇന്നത്തെ രാത്രി അവനായിട്ട് ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കാരണം അവൻ മതിയാവോളം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു ഇളം ചൂടോട് കൂടിയ നേരിയ തണുപ്പാണ് കേട്ടോ അനുഭവപ്പെട്ടത്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ തോറും തണുപ്പിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ തണുപ്പുണ്ട്, പക്ഷെ സഹിക്കാവുന്ന അത്ര തണുപ്പാണുള്ളത്. പക്ഷേ നമ്മുടെ ഗൈഡ് പറഞ്ഞതും പിന്നെ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായതും ഇവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മൗണ്ടൻ ഏരിയാസിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മാജിക് സിറ്റിയിലെ കാഴ്ചകൾ അത്യാവശ്യം നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ അധികം കാഴ്ചകൾ കണ്ടു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ എല്ലാ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ശരിക്കും വീഡിയോന് ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഒരുപാട് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ റെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ചായ കുടിച്ചാൽ കൊള്ളാം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം ഒരുപാട് നടന്നു. നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു ചായ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ടീയും കോഫിയൊക്കെ കിട്ടുന്ന ഒരു കഫറ്റേരിയ ആണ് കേട്ടോ കിട്ടിയത്. എന്തായാലും തൽക്കാലം നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മാജിക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഫുഡും കഴിച്ചു കേട്ടോ, ഡിന്നറും കഴിച്ചു. കാരണം പിന്നെ ഹോട്ടലിൽ പോയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റിന് പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. മാജിക് സിറ്റിയിലെ ഒരുവിധ എല്ലാ കാഴ്ചകളും കണ്ടത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ചെറിയ കാഴ്ചകൾ നമ്മളിന്ന് കവർ ചെയ്തത്. കൂടുതൽ കാഴ്ചകൾ കൂടുതൽ ഈ ഒരു രാജ്യത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസം തൊട്ടിട്ടാണ്. നമ്മളുടെ ഐറ്റിനറിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ വരും വീഡിയോസിൽ കാണാം. ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസിലൂടെ ഈ ഒരു ആഴ്ചത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.